ഇന്ന് കുറച്ച് മുടിയുള്ളവർക്ക് കെട്ടാൻ പറ്റിയ ഒരു കെട്ടാണ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നത്. ഒന്ന് നോക്കിയാലോ. നമ്മൾക്ക് കല്യാണങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ച് മുടികൾ അമ്മച്ചിമാർക്കൊക്കെ ചെയ്ത് കൊടുക്കാം, അതുപോലെ കല്യാണപ്പെണ്ണിനും ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇയർ ടു ഇയർ സെക്ഷൻ മുമ്പിലോട്ടിട്ടൊന്ന് മാറ്റിയിട്ട് ക്ലിപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു പോണി കെട്ട് ബാക്കിയുള്ള മുടിയെടുത്തൊരു പോണിറ്റെയിൽ കെട്ടിയിട്ട് അതിന് മുകളിലേക്ക് ഒരു ബണ്ണിൻ്റെ കുറച്ച് ഭാഗം മുറിച്ചെടുത്തൊന്ന് ക്ലിപ്പ് ചെയ്യുക. അതിനുശേഷം ബാക്കിലുള്ള മുടിയെടുത്ത് അതിൻ്റെ മുകളിൽ കൂടെ വെച്ച് ഒരു നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ടൊരു സെറ്റ് ചെയ്യുക. അടുത്തതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സെക്ഷനാണ്. ഫ്രണ്ട് സെക്ഷൻ നമ്മളെപ്പോഴും ഒരു ബാക്ക് കോംബ് എടുത്തിട്ട് നമ്മളൊരു പഫിങ് കൊടുത്തതിന് ശേഷം 2 മുടിയെ ഫ്രണ്ടിലേക്ക് ഇടുക. അതെന്ന് പറഞ്ഞാൽ നെറ്റി കവർ ചെയ്യാനും നമ്മുടെ ഫേസിൻ്റെ വലിപ്പം കുറയ്ക്കാനും വളരെ നല്ലതാണ്. നമ്മുടെ നാച്ചുറൽ മുടിയാണെങ്കിൽ നമുക്കൊരു കളർ വെച്ച് 2 കേളും കൂടെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയാവും. ഇത് നാച്ചുറൽ അല്ലാത്തതുകൊണ്ട് പറ്റത്തില്ല. പിന്നെന്ന് പറഞ്ഞാൽ ബാക്കി മുടി ഒരു പെറ്റൽസ് ആക്കിയതിന് ശേഷം ബാക്കിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഇയർ സെക്ഷൻ കാൽഭാഗം കവർ ചെയ്തതിന് ശേഷം കുത്തുക. അതൊത്തിരി ഭംഗി തോന്നിക്കും നമ്മുടെ ഫേസിന്. പിന്നെ സൈഡ് വ്യൂ ഒത്തിരി നല്ലതായിരിക്കും. അതിനുശേഷം 2 സൈഡും അങ്ങനെ പെറ്റൽസ് ചെയ്ത് അങ്ങനെ ക്ലിപ്പ് കുത്തിയതിന് ശേഷം നമ്മൾ ഫ്ലവറോ പേഴ്സോ പോലെ സെറ്റ് ചെയ്യാറുണ്ട്. ഹെയർ സ്റ്റൈലിംഗ് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഇവിടെ ഞാനൊരു പേഴ്സാണ് സെറ്റ് ചെയ്തതിന് ശേഷം മൊത്തം ഫിനിഷിങ് ചെയ്യുക. ഫിനിഷിങ് നോക്കിയതിന് ശേഷം സെറ്റ് സ്പ്രേ അടിച്ചതിന് ശേഷം നമ്മളെ ഫ്രണ്ട് ഭാഗത്തെ മുടിയും അതുപോലെ കളറുണ്ടെങ്കിൽ കളറൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് നോക്കിയേ, എത്ര ഭംഗിയായിട്ടില്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ.